അവിടുത്തെ സ്ഥാന ബഹുമാനങ്ങൾ ഉയർത്തി കാണിക്കണം. അലാ ഖദ്രി കുല്ലി വാലിദിൻ വവലദിൻ വമുഹ്സിനിൻ വമുഫദ്ദിലിൻ. എല്ലാ ഔദാര്യം ചെയ്യുന്നവരെക്കാൾ, ആശ്രിതരെക്കാൾ, കൂടപ്പിറപ്പുകളെക്കാൾ ഏറ്റവും കൂടുതൽ സ്ഥാനം കൽപ്പിക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അവിടുത്തെ സ്ഥാനം ഉയർത്തി കാണിക്കാതെ, മഹബ്ബത്ത് വെക്കാതെ ഈമാൻ പൂർണ്ണമാകൂല, ഈമാൻ സ്വഹീഹ ആകൂല. നമുക്ക് ഏറെ പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ഏറെ സ്നേഹിക്കാനുള്ളതും അവിടുത്തെ തന്നെയാണ്. അവിടുത്തെ മഹബ്ബത്തിലായിട്ട് ജീവിക്കണം. സ്വഹാബത്ത് സ്വന്തം ശരീരത്തെ മറന്നൊരു മഹബ്ബത്താണ് സ്വീകരിച്ചത്. സ്വന്തം ശരീരത്തെ മറന്ന മഹബ്ബത്താണല്ലോ കാമിലായ മഹബ്ബത്ത്. സ്വന്തം കുടുംബത്തെ മറന്ന മഹബ്ബത്താണല്ലോ കാമിലായ മഹബ്ബത്ത്. എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ വൈകല്യങ്ങളിലും ഭൗതികതയുടെ താല്പര്യങ്ങളിലും അതിന്റെ അതിപ്രസരണത്തിലും കുടുങ്ങിയിട്ട് നമ്മുടെ മഹബ്ബത്തിന്റെ പല വഴികളും ചത്തുപോയി കൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിന്റെ ധാരകളിൽ വിവിധ ഭാഗങ്ങളിൽ വീക്ക്നെസ്സുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്നവരാണോ? എന്നാ സ്വന്തം ശരീരത്തെക്കാൾ അവിടുത്തെ താല്പര്യപ്പെടണം, സ്വന്തം കുടുംബത്തെക്കാൾ അവിടുത്തെ താല്പര്യപ്പെടണം, സ്വന്തം ആവശ്യത്തെക്കാൾ തങ്ങളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ കഴിയണം. അപ്പോൾ നമ്മുടെ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന, വലുതായിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ, മറ്റൊരു ഭാഗത്ത് ചെറിയ രൂപത്തിൽ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും പാടെ തായോട്ട് അമർന്നു പോകും. ശരിയാ മണ്ണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്ക് ഭീകരവാദിയാകാനോ തീവ്രവാദിയാകാനോ ഉഗ്രവാദിയാകാനോ സാധിക്കൂല. അയാളെ മനസ്സിൽ വരുന്നത് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സമീപനങ്ങളാണ്. അതുകൊണ്ടാണ് തങ്ങളെ നന്നായി സ്നേഹിച്ച സ്വഹാബത്തിനെ പറ്റി ഖുർആൻ പഠിപ്പിച്ചൊരു വാക്ക് റുഹമാഉ ബൈനഹും. അവർ കാരുണ്യമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്, അനുഗ്രഹം ചെയ്യുന്നവരാണ്, പരസ്പര ബഹുമാനമുള്ളവരാണ്. സ്വന്തം ശരീരത്തെ മറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണിക്കുക. സ്വന്തം ശരീരത്തിന്റെ ഇച്ഛയേക്കാൾ തങ്ങളുടെ താല്പര്യം മുന്നോട്ട് വെക്കുക.